ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കമുകിൻ്റെ പാള വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തേത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നല്ലൊരു റോസ് പൂവ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ആക്കണം. അതിലുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾ എനാബിൾ ആക്കുന്നത്. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പച്ച പാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകമേ ഉള്ളതും പുറമേ ഉള്ളതായിട്ടുള്ള രണ്ട് ലെയേഴ്സും നമ്മളിങ്ങനെ ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെ കത്തി വെച്ചിട്ട് രണ്ട് ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ ചീന്തി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ രാവിലെ തന്നെ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത്ര സോഫ്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ചീന്തി എടുക്കുക എന്നുള്ളത്. ഇന്നറും ഔട്ടറായിട്ടുള്ള രണ്ട് ലെയേഴ്സും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് എത്രയായിട്ട് പിളർത്താൻ പറ്റും അത്രയും പിളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നല്ല പാളയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ലെയർ വരെ എടുക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ 3 എടുക്കുക, അതല്ലെങ്കിൽ 2 എടുക്കുക. അപ്പോൾ കട്ടി കുറഞ്ഞ പാളയാണെങ്കിൽ 1 തന്നെ എടുത്താൽ മതിയാകും. ഇന്നത്തെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ വീതി കുറഞ്ഞിട്ടുള്ള സ്ട്രിപ്പായിട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം ഒരു 1/2 ഇഞ്ചോളം അല്ലെങ്കിൽ 3/4 ഇഞ്ചോളം വീതിയിലുള്ള സ്ട്രിപ്പായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഒരു ഇത്തിരി നീളത്തിലായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു പെറ്റൽസിൻ്റെ ലെങ്ത്താണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒരുപാടെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പെറ്റൽസാക്കി ഷേപ്പ് ചെയ്തെടുക്കായിരിക്കും ഒന്നും കൂടെ ഈസി ആയിട്ടുള്ളത്. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ ഏതൊരു ഫ്ലവറിന് വേണ്ടിയിട്ടാണെങ്കിലും ഏതൊരു മെറ്റീരിയലാണെങ്കിലും അതിൻ്റെ പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെൻറ്റർ മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ 2 സൈഡും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരുപാട് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുക. ഏകദേശം എല്ലാം ഒരേ വീതിയിലും ഒരേ നീളത്തിലും ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 1 ഇഞ്ചോളം വീതിയുള്ള ഒരു ചെറിയൊരു സ്ട്രിപ്പും കൂടെ വേണം. അത് ഒരുപാട് ലെങ്ത് ഉള്ളതായ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് അതിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ഡബിൾ സൈഡ് ടാപ്പും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ലെങ്ത്തിൽ ആ ഒരു പാളയുടെ സ്ട്രിപ്പ് നമ്മൾ എത്രയാണോ നീളം എടുത്തിട്ടുള്ളത് അത്രയും ലെങ്ത്തിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ലെങ്ത്തിൽ എടുത്തിട്ടുള്ള ഒരു പാളയുടെ ഒരു സൈഡിലായിട്ടാണ് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ടാപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിലും താഴെയാണ്. ഇങ്ങനെ നമുക്ക് എത്രയാണോ ഈ ഒരു പാളയുടെ ലെങ്ത്ത് വേണ്ടത് അത്രയും അളവിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇത്തിരി എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാടായാലും അതൊരു ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വീഡിയോ തീർക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കുറച്ചെടുത്തത്. ഇനി ഈ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നമുക്കതിൻ്റെ കവറൊന്ന് ഊരിയെടുക്കാണ്ടാവും. അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കുകയാണ്. അതിങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം അത് രണ്ടും തമ്മിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ പാളയുടെ ഇപ്പുറത്തെ സൈഡ് അതിലേക്കൊന്ന് മറിച്ച് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് സെൻറ്ററിലാക്കിയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിലാക്കിയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഫോൾഡ് വരുന്ന ഭാഗം, അതായത് ഗമ്മില്ലാത്ത ആ ഒരു സെല്ലോ ടേപ്പ് നമ്മൾ ഒട്ടിക്കാത്ത ഭാഗത്ത് ഇതുപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എത്ര ലെങ്ത് ഉണ്ടോ അത്ര ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു ഡബിൾ സൈഡ് ടാപ്പ് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് തന്നെ വീണ്ടും ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതും ഡബിൾ സൈഡഡ് ടാപ്പാണ്. നമുക്ക് ചെയ്യാൻ എളുപ്പം അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് ഏത് സ്റ്റിക്കിലാണോ അറേഞ്ച് ചെയ്യുന്നത് അത് സ്റ്റിക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ലെമൺ ഗ്രാസിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ കമ്പിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പാളയുടെ തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഒരു ഡബിൾ സൈഡ് ടാപ്പിൻ്റെ രണ്ടാമത്തെ സൈഡും കൊണ്ട് നമ്മളൊന്ന് ഗമ്മെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സ്റ്റിക്കിൽ മുകളിലായിട്ട് നമ്മളൊന്ന് റൗണ്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പൊന്നും കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ചാലും മതി. അതില്ല എന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ചാലും മതി. പക്ഷേ അത് ഒട്ടിക്കെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നേ ഉള്ളൂ.
ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സെല്ലോ ടാപ്പിൻ്റെ ഒരു ഗം കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ അവിടെ തന്നെ പ്രസ്സായി നിന്നോളും, നല്ല രീതിയിലൊന്ന് സ്റ്റിക്കായി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രിപ്പിൻ്റെ നീളം ഒരുപാട് എടുക്കുകയാണെങ്കിൽ ഫ്ലവർ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ബഡും അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് വിടർത്തി കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു ത്രെഡ് വെച്ചിട്ട് ഒന്ന് നോട്ടിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അവിടെ തന്നെ നിൽക്കുള്ളൂ. നോട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം പാളെന്ന് കുറച്ച് കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് അത്ര ടൈറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ താഴെയായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള പെറ്റൽസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ജർബറയുടെ ഫ്ലവറൊക്കെ വരുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ പെറ്റൽസും ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നോട്ടിട്ട് കൊടുത്തു പോയാൽ മതി. ഈ ഒരു പെറ്റൽസൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് പെറ്റൽസ് തമ്മിലുള്ള ഒരു വലിപ്പ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലവർ ആയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഭയങ്കര ബോറായിരിക്കും. ഇങ്ങനെ ഓരോ പെറ്റൽസും ഈ ഒരു സ്റ്റിക്കിന് റൗണ്ടായിട്ട് മുഴുവനായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് വീണ്ടും വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പെറ്റൽസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ പെറ്റൽസിൻ്റെയും സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പോൾ 2 ലെയറും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പെറ്റൽസ് മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരിക. ഇനി നമ്മൾ 1-2 കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്, അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു സെൻറ്ററിൽ ആ ഒരു പോർഷനൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതിൽ 1-2 ഫിനിഷിങ് വർക്കും കൂടി ചെയ്യാനുണ്ട്. നമ്മൾ നോട്ടിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗത്ത് ആ ഒരു ത്രെഡ് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഗം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഒരു വൈറ്റ് ഗ്ലൂ ഏതെങ്കിലും വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലൂ ഗണ്ണിനായിട്ട് നല്ലത് വൈറ്റ് ഗ്ലൂ ആണ് ഈ ഒരു കാര്യത്തിനൊക്കെ. എന്നിട്ട് ആ ഒരു ഗ്ലൂവോട് കൂടിയിട്ട് തന്നെ ഇത്തിരി ഒന്ന് ഗ്രീൻ ടാപ്പും കൂടി ചുറ്റി കൊടുത്താൽ നല്ലതാണ്. ഇനി അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒട്ടും തന്നെ ചിലവില്ലാതെ നമ്മൾ നല്ലൊരു അടിപൊളി ജർബറ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞാനത് കളർ ചെയ്തതാണ്, വാട്ടർ കളർ മുക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കളർ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു വൈറ്റ് കളറിലൊക്കെ കാണാൻ. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കൊരു ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്തെടുത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. വീഡിയോ ഒരുപാട് ലെങ്തി ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് കളർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കളർ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിലൊക്കെ അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ ഒരുപാട് അങ്ങോട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്ര കാണാൻ ഭംഗി. വീഡിയോയിൽ ചെയ്തത് ഞാൻ അത്രത്തോളം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള റിലേറ്റീവ്സോ അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.